വർഗീയപരമായ ഭിന്നിപ്പ് സൃഷ്ടിക്കാൻ വേണ്ടി ചില ശക്തികൾ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുക. വർഗീയപരമായ ഭിന്നിപ്പ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കല്ല് കൊത്താനുണ്ടോ കല്ല് എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ എവിടെയൊക്കെയാണ് സ്കൂളുകളിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്, അത് മതസ്പർദ്ധ വരുത്തി അതിന് ജാതീയതയുടെയും വർഗീയതയുടെയും നിറം നൽകി അതിൽ നിന്ന് രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകളാണ്. അതൊരു കാരണവശാലും കേരളത്തിൻ്റെ മണ്ണിൽ വിലപ്പോവില്ല. പള്ളൂരുത്തി എന്ന് പറയുന്നത് എല്ലാ ജാതി മതവിഭാഗങ്ങളിലെയും ആളുകൾ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് പറയുന്നത്, ക്രൈസ്തവ മിഷണറിമാരെന്ന് പറയുന്നത്, അവരെക്കാലവും യാതൊരു ഭിന്നിപ്പുമില്ലാതെ എല്ലാ വിഭാഗം ആളുകളെയും ചേർത്ത് പിടിക്കുന്നത്. അതുപോലെ തന്നെയാണ് മറ്റു വിഭാഗങ്ങളും, മുസ്ലിം വിഭാഗങ്ങളും എല്ലാം അവിടെ എല്ലാ മതങ്ങളിലെയും കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു വേർതിരിവോ ഭിന്നിപ്പോ ഉണ്ടായിട്ടില്ല. ഇവിടെ കുട്ടിയുടെ പിതാവ് അനസ് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ സ്കൂളിൻ്റെ നിയമാവലികൾ പാലിച്ചുകൊണ്ട് ഈ സ്കൂളിൽ തൻ്റെ മകളുടെ വിദ്യാഭ്യാസം കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അത് തന്നെ നമ്മുടെ സമൂഹത്തിൽ നൽകാവുന്ന ഏറ്റവും വലിയ മതേതരത്വത്തിൻ്റെ ഒരു വലിയ സന്ദേശമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അനാവശ്യമായ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വർഗീയ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു പറ്റം ആളുകൾ. വ്യക്തിപരമായി എനിക്കെതിരെ നടക്കുന്നത് കുഴപ്പമില്ല, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. പക്ഷേ നമ്മുടെ സമൂഹത്തെ വേർതിരിക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ നിയമപരമായി ചെയ്യേണ്ടത്, വ്യക്തി ആക്ഷേപവും വർഗീയ പരാമർശങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തുന്നത് വളരെ ശക്തമായി തന്നെ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ പുറത്തുനിന്ന് കുറേ ആളുകൾ വന്നിട്ട് ഇവിടെ എല്ലാം ഞങ്ങളങ്ങോട്ട് ശരിയാക്കി കളയാം, ഭീഷണിയുടെ സ്വരം പെടുത്തി ഇവിടുത്തെ ജനപ്രതിനിധികൾ അങ്ങോട്ട് കൈകാര്യം ചെയ്യുമെന്നൊക്കെ പറഞ്ഞത് കയ്യിൽ വെച്ചാൽ മതി. അങ്ങനെയുള്ള ഭീഷണിയൊന്നും ഇവിടെ വിലപ്പോവില്ല. അങ്ങനെ ഭീഷണി നടത്തുന്ന BJP RSS ശക്തികൾ അവർ ഏത് അറ്റം വരെ പോയാലും ഈ മണ്ണിൻ്റെ മതേതര സ്വഭാവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ഒരു ശക്തികളെ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നിയമപരമായി പോവേണ്ട കാര്യങ്ങളിൽ സ്കൂൾ നിയമപരമായി പോകും. അല്ലാതെ ഒരു സമന്വയത്തിൻ്റെ പാതയിൽ, പ്രത്യേകിച്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ, UDFൻ്റെ ജില്ലാ ചെയർമാൻ, അതുപോലെ ഈ സ്ഥാപനവുമായി ഞങ്ങളെല്ലാവരും നിരന്തരമായി പല വിഷയങ്ങളിലും ബന്ധപ്പെടുന്ന ആളുകളാണ്. ഞങ്ങൾക്കിതൊരു പുതിയ സ്ഥാപനമല്ല, എത്രയോ പ്രാവശ്യം ഞങ്ങളൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്, സിസ്റ്റേഴ്സുമായിട്ടും സംസാരിച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ് എല്ലാം AEയോടെയും DOയുടെയൊക്കെ കോൺഫറൻസിൽ പങ്കെടുക്കുന്നുണ്ട്. അവരെ കാണാൻ സാധിച്ചില്ല, ബാക്കി എല്ലാ ആളുകളെയും കണ്ടു. അനസ് കുട്ടിയുടെ പിതാവ് ആയിട്ട് സംസാരിച്ചു. അവരെല്ലാം ഈ ഒരു വിഷയത്തിൽ ഒരു സെൻസിറ്റീവായ ഒരു രീതിയിലുമുള്ള കമൻറ്റുകളോ ഇടപെടലുകളോ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ സ്വമേധയായിട്ടുള്ള അവരുടെ ഒരു അറിയിപ്പ് കൂടിയായി ഇതിനെ കണക്കാക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുക. അല്ലല്ല, ഞാൻ പറഞ്ഞത് ഇവിടെ ചെറിയ ചെറിയ ഇൻസിഡൻസ്, ഒറ്റപ്പെട്ടു പോകുന്ന സംഭവങ്ങൾ പെരുപ്പിച്ചു കാണിക്കാൻ വേണ്ടി പല വർഗീയ ശക്തികളും ഇപ്പോൾ ഈ വിഷയം, ഞാൻ ദുബായിലായിരുന്നു, ഞാൻ ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിൽ 4 മണിക്കാണ് ഇവിടെ ലാൻഡ് ചെയ്തത്. ഇവിടെ ഇല്ലാത്ത സമയത്ത് തന്നെ ഇത് പല സാമൂഹ്യ മാധ്യമങ്ങളിലെയും സംഘടനകൾ എൻ്റെ ചിത്രം വെച്ച് പോസ്റ്റർ അടിക്കുകയാണ്. അതായത് ഇതിനെല്ലാം വളം വെച്ച് കൊടുക്കുന്നത് എന്ന് പറഞ്ഞത്, ഞാൻ പറഞ്ഞത് എല്ലാ വിഷയത്തിലും അതൊരു മുസ്ലിം ക്രിസ്ത്യൻ സംഘർഷമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ്. നമ്മുടെ നാടിന് ഒരു ദൗർഭാഗ്യകരമായ ഒരു സ്ഥിതിവിശേഷമായി ഇത് മാറിയിരിക്കുകയാണ്. ഞങ്ങൾ ഈ സിസ്റ്റേഴ്സായിട്ട് സംസാരിച്ചു. ഇവിടെ എല്ലാ വിഭാഗം ആളുകളും പഠിക്കുന്നുണ്ട്, അവരുടെ വലിയ പിന്തുണയോടുകൂടി ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ചില സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏതെങ്കിലും വിഭാഗം ആളുകൾ ക്യാമ്പയിൻ നടത്തുമ്പോൾ അത് വർഗീയ സംഘർഷത്തിന് വിധേയമാകുന്ന ഒരു രീതി ശരിയല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ല, ഇവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ പ്രധാനപ്പെട്ട ആളുകൾ, അധ്യാപകരോ മാനേജ്മെൻറ്റിൻ്റെ ആളുകളോ ഇല്ല. അവർ വന്നതിന് ശേഷം അവരവരുടെ തീരുമാനം വ്യക്തമാക്കും. കുട്ടിയുടെ പിതാവ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും നിലപാടുമാണ് പറഞ്ഞിട്ടുള്ളത്.